നമ്മളങ്ങനെ ഒരു മാസത്തിന് ശേഷം കാസർഗോഡ് സന്തോഷ് നഗറുള്ള കാർലാൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരു മാസം മുമ്പാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ നല്ല നല്ല വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 2016 മോഡലൊരു ഇയോൺ ഇറ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം, 42,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഒതുങ്ങിയ ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന്റെ സൈഡിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മൾ സൈഡിലേക്ക് നമുക്ക് ഈ വാഹനത്തിന്റെ സൈഡ് നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെയാണ് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം 90% ടയർ ഉള്ള ഒരു വാഹനമാണ്. ബേക്ക് ടയറിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അതും ഒരു 80-90% ടയറുള്ള ഒരു വാഹനം തന്നെയാണ്. ഒതുങ്ങിയ ഒരു വാഹനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏത് ഊട് വഴി കൂടെ വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു ഫാമിലിക്ക്, അത്യാവശ്യം ലേഡീസിനൊക്കെ ആയിട്ട് ഡ്രൈവിംഗ് ചെയ്ത് പഠിക്കണമെങ്കിലോ അവർക്ക് വല്ല ജോലിക്ക് പോകണമെങ്കിലോ ഒക്കെ ആയിട്ട് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് വേണേൽ തന്നെ ഇത് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു വാഹനമാണ്. അടുത്താണ് നമുക്ക് നോക്കേണ്ടത് ഇന്റീരിയലാണ്. ചെറിയൊരു ഫാമിലിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നാണ് പറയാം. നല്ല നീറ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. AC സിസ്റ്റങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴെ ഒരു പോയിന്റ് ചാർജും പവർ ചാർജും കാര്യങ്ങളും സിസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്നു. നോർമൽ സ്റ്റിയറിംഗും കാര്യങ്ങളുമാണ്. സീറ്റിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഒതുങ്ങിയ സീറ്റാണ്. അതുപോലെ സീറ്റ് കവർ വേണമെങ്കിൽ ഒന്ന് നമുക്ക് മാറ്റിയിടാം. ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്ത് സീറ്റ് കവറിന് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് കുറച്ച് പുറകിലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. കുറച്ച് സ്പേഷ്യസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് ഞാൻ പറയാൻ കാരണം. അതേപോലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ പിൻ സീറ്റിന്റെ ഭാഗത്തും കുറച്ച് ചെറിയ രീതിയിൽ സീറ്റ് കവറും കാര്യങ്ങളും ഒന്ന് മാറ്റി ഇടേണ്ടി വരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ സീറ്റ് കവറിനുണ്ട്. അത് നമുക്ക് മാറ്റിയിടാൻ പറ്റുന്നതാണ്. ഇതൊരു ഒതുങ്ങിയൊരു വാഹനം എന്ന് വേണമെന്നാണ് വിശേഷിപ്പിക്കാം. ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,90,000 ആണ്. നെഗോഷ്യബിൾ ആണ്. തീർച്ചയായിട്ടും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. കാർലാൻഡിന്റെ അപ്പം വിളിക്കുക. 2016 മോഡൽ ഒരു സെലീരോ ZI 1.5 ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഫുൾ ടയറുള്ള വാഹനമാണ്. പുതുപുത്തൻ 4 ടയറുകൾ ഉള്ള ഒരു വാഹനമാണത്. അടുത്ത നമ്മൾ ഇന്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ AC കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു നല്ലൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കോളിംഗ് സിസ്റ്റം കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ ശേഷം എല്ലാ സംഭവങ്ങളും ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡോറിന്റെ സൈഡിൽ തന്നെ ചെറിയൊരു ചെറിയ സൗണ്ട് ബോക്സും കാര്യങ്ങളുമായിട്ട് അവിടെ കൊടുത്തിട്ട് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇവിടെ പവർ ചാർജിങ്ങും കാര്യങ്ങളും ഈ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സീറ്റാണ്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റ്, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു സീറ്റ് കവറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ലെഗ് സ്പേസും കാര്യങ്ങളും ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റ് മാക്സിമം ബാക്കോട്ട് വലിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 അടി ഹൈറ്റുള്ള എനിക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ എനിക്ക് കാല് സുഖമായിട്ട് നീട്ടി വെക്കാനും പറ്റുന്നൊരു 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒതുങ്ങിയ വാഹനം എന്ന് വേണമെങ്കിൽ ശരീരത്തെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കാർലാൻഡിന്റെ നമ്പർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക.